ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി റൈസാണ്, പാലക് റൈസ്. ഈ പാലക്കിൽ മിനറൽസും വൈറ്റമിൻസും അയൺ കണ്ടൻറ്റ് കൂടുതലുണ്ട്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. പാലക് റൈസാണ്. അതിനു വേണ്ടി ഒരു ബഞ്ച് പാലക്ക് എടുത്തിട്ടുണ്ട്. ഈ പാലക്ക് തിളച്ച വെള്ളത്തിൽ 15 സെക്കൻഡ് ഒന്ന് ഇട്ടെടുക്കണം. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 15 സെക്കൻഡ് ഇതിൽ കിടക്കണം. 5 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ 15 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇതെടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക്, ഐസ് വാട്ടറിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ തണുത്ത വെള്ളത്തിൽ 2 സെക്കൻഡ് ഇട്ടിട്ട് എടുക്കാം. ഇതിപ്പോൾ തണുത്ത വെള്ളത്തിൽ ഇട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫൈൻ പേസ്റ്റായി അരച്ചെടുത്ത് കൊണ്ടുവരണം. ഇതിൻ്റെ കൂടെ 8 മിൻറ്റ് ലീഫും 2 പച്ചമുളകും കൂടി നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്ത് കൊണ്ടുവരാം. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പാലക്ക് ഇട്ട് കൊടുക്കാം, മിൻറ്റ് ലീഫ് ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഫൈൻ പേസ്റ്റായി അരച്ചെടുത്ത് കൊണ്ടുവരാം. പാലക്ക് ഇവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് 1 കപ്പുണ്ട്. അതുകൂടാതെ ബാക്കി ഇൻഗ്രീഡിയൻസ്: ഒരു സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ്, 1 കപ്പ് ബസ്മതി റൈസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം, വഴറ്റിയെടുക്കാം. സവാള സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാലക് പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പാലക്ക് 5 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് കുക്കാവണം. ഈ പാലക്കിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ പാലക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലേക്ക് എടുക്കട്ടെ. നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള പാലക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡ് ഡിഷായിട്ട് ചിക്കന്, മട്ടന്, എഗ്ഗ്, ബീഫ് എല്ലാം കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.